وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. بسم الله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പഠനത്തിന് വേണ്ടി ആരംഭിച്ച ഒരു ഗ്രൂപ്പാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനെ കൂടുതലായി അതിൻ്റെ ആഴത്തിൽ പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ ഇന്നത്തെ വിഷയം ഇസ്ലാമിനെതിരെയുള്ള വിമർശനവും മുസ്ലിമിൻ്റെ നിലപാടും. നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയകളിലും മറ്റും ഒരുപാട് ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ നമ്മൾ കാണാൻ കഴിയും. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് നമ്മളുടെ ഇടയിൽ, വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് കാണുന്ന ആളുകളും നമ്മളുടെ ഇടയിലുണ്ട്. ഇവിടെയെല്ലാം നമുക്കൊരു ഇസ്ലാമിക വിമർശനങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഒന്നുകിൽ നമ്മളത് എന്ത് ചെയ്യും, സ്ക്രോൾ ചെയ്ത് ഒഴിവാക്കി പോകും. അതല്ലെങ്കിൽ നമ്മളത് കേട്ട് ചിലപ്പോൾ നമുക്ക് ചില വസ്വാസുകൾ ഉണ്ടാകും. കാരണം നമുക്ക് ആ വിഷയത്തിൽ അറിയാത്ത വിഷയമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില വസ്വാസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സമയങ്ങളിൽ ഒരു മുസ്ലിമിന്റെ നിലപാട് അത് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം, 1-2 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരു കാര്യം പോസ്റ്റ് ചെയ്താൽ പല ആളുകളുടെ ഇടയിലേക്കും ഇത് എത്തുന്നു എന്നുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിലേക്ക് ഇത് എത്തും. കേരളത്തിൽ നിന്നും ഒരാൾ പോസ്റ്റ് ചെയ്താൽ അത് എല്ലാ രാജ്യങ്ങളിലേക്കും എത്താൻ കഴിയുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ പുരോഗമിച്ചിട്ടുള്ളത്. അത് നേരായ മാർഗത്തിലും അതല്ലാത്ത രീതിയിലും ആളുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ് എന്നുള്ളതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് സത്യം തന്നെയാണോ എന്ന് ഒരു 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം, അത് അറിവില്ലാത്ത കാര്യമാണെങ്കിൽ അത് ഒഴിവാക്കുക. അതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം അത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരു അന്യായമായ കാര്യത്തിന്, നമുക്ക് അനുകൂലമാണ് എന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ തെറ്റായിരിക്കും അത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് ഇറങ്ങാം. ഇന്ന് വിമർശനങ്ങളെ നേരിടാനുള്ള ഖുർആനിന്റെ നമുക്കൊരു രീതിയുണ്ട്. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ തർക്കിക്കാനോ അല്ലെങ്കിൽ പ്രകോപിതമായിട്ട് നമുക്ക് പെരുമാറേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഏറ്റവും ഉത്തമമായ രീതിയിൽ സംവദിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. സൂറത്തുൽ നഹ്ല് 16-ാമത്തെ അധ്യായത്തിൽ 125-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ട്, യോടുകൂടിയും സദുപദേശത്തോടു കൂടിയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കുക, ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ആയത്തിൽ കാണാം, തിന്മയെ നന്മ കൊണ്ട് നേരിടുക, പ്രകോപനങ്ങൾ കൊണ്ട് മുന്നിൽ തളരാതെ നമ്മൾ എന്ത് ചെയ്യാം, നിൽക്കണം. അതാണ് നമുക്ക് ഏറ്റവും വലിയ ആയുധം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. നന്മയും തിന്മയും സമമാവുകയില്ല. നല്ലതേതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ നിനക്കും പ്രസ്തുത വ്യക്തികൾക്കും ഇടയിൽ ശത്രുതയുണ്ടെങ്കിൽ അവനതാ നിന്റെ ഉറ്റമിത്രമായി സുഹൃത്തിനെ പോലെ ആയിത്തീരുന്നു. സൂറത്ത് ഫുസ്സിലത്ത് 41-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുന്നുണ്ട്. നമുക്ക് സമകാലിക ജീവിതത്തിൽ നമുക്ക് ഇന്ന് ഏറ്റവും അധികം കാണുന്ന ഒരു വിമർശനമാണ് സ്ത്രീകൾക്കെതിരെ, ഇസ്ലാമിലുള്ള സ്ത്രീകൾക്കെതിരെ ഹിജാബിനെ കുറിച്ചുള്ള വിവാദമാണ്. ഇസ്ലാമിലെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ വാദം. ഭയങ്കര എന്താ പറയാ, ഈ ഇസ്ലാമിലെ സ്ത്രീകളോട് ഭയങ്കര ഒരു ടയറിംഗ് ആണ് ചില ആളുകൾക്ക് എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്താണ് ശരിക്കും ചെയ്തിട്ടുള്ളത്? ഇസ്ലാം ശരിക്കും സ്ത്രീയെ ആദരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നത് അടിച്ചമർത്തലല്ല, മറിച്ച് ആദരവാണ്. മാതാവായും മകളായും ഭാര്യയായും അവൾക്ക് കൃത്യമായ അവകാശങ്ങളും സ്വത്തവകാശവും നൽകുന്ന ആദ്യ ദർശനമാണ് ഇസ്ലാം എന്നുള്ളത്. സ്വാതന്ത്ര്യം എന്നുള്ളത് ഖുർആൻ പറയുന്നു, മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലപ്രയോഗവും ഇല്ല എന്നുള്ളതാണ്. ഹിജാബ് എന്നുള്ളത് ഒരു മുസ്ലിം സ്ത്രീയുടെ സ്വത്വവും അവൾ അള്ളാഹുവിനെ കൽപ്പന അനുസരിച്ച്
സ്വീകരിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യവുമാണ് അതിനെ അടിച്ചമർത്തലായിട്ട് കാണുന്നത് ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് ധരിക്കുക എന്നുള്ളത് അവൾക്ക് വലിയ മലമറിക്കുന്ന കാര്യമായിട്ടൊന്നും തോന്നാറില്ല എന്നുള്ളതാണ്. പക്ഷെ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് സ്ത്രീകളെ അങ്ങനെ കണ്ട് പരിചിതമായി, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ സ്ത്രീകളെ ആസ്വദിക്കണം എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഒരിക്കലും നമ്മൾ ആ ഒരു ലിബറൽ ചിന്താഗതിയിലേക്ക് വീണു പോകരുത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശരീര ഭാഗങ്ങളിലെ സൗന്ദര്യം എന്നുള്ളത് അത് അവൾക്ക് വലുതാണ്. അതൊരിക്കലും ഒരു അന്യപുരുഷൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടതല്ല. മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന സൗന്ദര്യമാവട്ടെ, അത് ഹലാലായ തൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ മാത്രം പ്രദർശിപ്പിക്കേണ്ട ഒന്നാണ് എന്ന് കരുതുന്നവരാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ലിബറൽ ചിന്താഗതിയിൽ ചില ആളുകൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മളൊരു പഴഞ്ചനാണോ എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ നമുക്കിടയിൽ പലരിലും കാണാൻ കഴിയുന്നുണ്ട്. അവരെന്ത് വിചാരിക്കും, ഞാൻ ഇന്ന് വരെ തട്ടിട്ടില്ല, അപ്പോൾ നാളെ മുതൽ തട്ടിടുമ്പോൾ അവർ കളിയാക്കുമോ എന്ന ചിന്ത നമ്മൾ മാറ്റിവെച്ച് അവർ ഒഴുക്കിനൊപ്പം നീന്താതെ ഒഴുക്കിനെതിരായി നമ്മൾ നീന്തി പഠിക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോഴാണ് നമ്മൾ പ്രവാചക മാതൃകയിലേക്കും പ്രവാചകൻ്റെ അധ്യാപനങ്ങളിലേക്കും മടങ്ങുക. അങ്ങനെ നമ്മൾ ജീവിച്ചിട്ടാണ് ഓരോരുത്തർക്കും ഇസ്ലാമിക വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചായിരുന്നു ആളുകൾക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഇന്തോനേഷ്യ, ഇന്ത്യ, ഏത് രാജ്യങ്ങളാവട്ടെ, ഇവിടെയെല്ലാം നമുക്ക് ഇസ്ലാം വളർന്നത് ഒരിക്കലും ഒരു വാളുപയോഗിച്ചോ അല്ലെങ്കിൽ യുദ്ധങ്ങളിലൂടെ ഒന്നുമല്ല. അങ്ങനെ ഉള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന് ഒരിക്കലും നിലനിൽക്കാൻ കഴിയുകയുമില്ല. നമുക്ക് ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലേക്ക് മാലിക് ദിനാറും കൂട്ടരും വന്നതിന് ശേഷം ഇവിടെ ഇസ്ലാമിൻ്റെ വളർച്ച ഉണ്ടായത് അവരെ ഇവിടെ ജീവിച്ച് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. മാലിക് ദിനാറും കൂട്ടരും വന്നതിന് ശേഷം ഇവിടെ കച്ചവടങ്ങളും മറ്റുമൊക്കെ നടത്തി അവരുടെ പ്രബോധനങ്ങളിലൂടെയും അവരുടെ പെരുമാറ്റത്തിലൂടെയുമാണ് ആളുകൾ അവരെ വിലയിരുത്തി ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഒരു മതത്തിലേക്ക് ആളുകൾക്ക് അതിനെ ആ മതത്തെ മനസ്സിലാക്കി കടന്നു ചെല്ലുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. അമേരിക്ക ആവട്ടെ, ഏത് രാജ്യത്തും നമുക്കിന്ന് ഏറ്റവും കൂടുതൽ 2050 കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് എത്തും എന്നുള്ളതാണ് സർവേ നമുക്ക് കാണാൻ കഴിയുക. എന്തുകൊണ്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇസ്ലാം വളരുകയാണ്, തളരുകയല്ല ചെയ്യുന്നത്? കാരണം എന്താണ്? എത്രയൊക്കെ സത്യത്തെ ഇവർ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഇത് ഒരു മാനുഷികമായ ഒരു ദീനല്ല. ഇത് ഈ പ്രത്യയശാസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരക്ഷിതാവെങ്കിൽ എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുക. നമുക്കറിയാം, ഇന്ന് ഈ അടുത്ത 2 ദിവസം മുമ്പ് 15-ാം തീയതി ലോക ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായിട്ട് ആചരിച്ചു. അത് UN ഉൾപ്പെടെയുള്ള സംഘങ്ങളാണ് ഇതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ഇന്ന് ഇന്ത്യയിലോ കേരളത്തിലോ നടക്കുന്ന ഒന്നല്ല ഈ ഇസ്ലാമോഫോബിയ എന്നുള്ളത്. എന്താണ് ഫോബിയ? ആളുകൾക്കിടയിൽ ഒരു പേടി ഉണ്ടാക്കുക, ഇസ്ലാമിനെതിരെ ഒരു പേടി ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ ചാനലുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട്? ഇസ്ലാം എന്നുള്ളത് മുതലാളിത്തത്തിന് എതിരാണ് എന്നുള്ളതാണ്. കാരണം പലിശ, അതുപോലെ തന്നെ വ്യഭിചാരം, സ്ത്രീകളുടെ നഗ്നത പ്രദർശിപ്പിക്കൽ, ഇങ്ങനെ ആളുകൾ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാ കാര്യത്തിനും ഇസ്ലാം എതിരാണ് എന്നുള്ളതാണ്. പലിശ എന്നുള്ളത് നമുക്കറിയാം പാവപ്പെട്ടവനെ വീണ്ടും ദരിദ്രത്തിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് പലിശ എന്നുള്ളത്. പലിശയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയുന്നത് നാളെ പലിശ വാങ്ങി തിന്നവൻ പിശാച് ബാധ വീണവനെ പോലെ ആയിരിക്കും നാളെ എഴുന്നേറ്റ് വരിക എന്നുള്ളതാണ്. അപ്പൊ അത്രയ്ക്ക് കടുത്ത രീതിയിലാണ് പലിശയെ ഇസ്ലാം കാണുന്നത്. അതുപോലെ തന്നെ മദ്യം, ചൂതാട്ടം എന്ന് വേണ്ട, ഇന്ന് പൈസ ഉണ്ടാക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാം വിലക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കെട്ടിപ്പടുക്കാനാണ് ഇസ്ലാം ഊന്നൽ നൽകുന്നത്. അപ്പോൾ ഇസ്ലാമിക വിമർശനങ്ങൾ എന്നുള്ളത് എന്താണ്? ആളുകൾക്ക് ഇസ്ലാം വിട്ടുപോയ ആളുകൾ ഇവരൊക്കെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇസ്ലാമിനെ വിറ്റ് ഇസ്ലാം വിമർശനം എന്ന പേരിൽ ഇസ്ലാമിനെ പ്രവാചകനെയും അധിക്ഷേപിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടുമൊക്കെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക. പക്ഷെ അവരോടൊക്കെ അപക്വമായ നിലയിൽ പെരുമാറാതെ പക്വമായ നിലയിൽ പെരുമാറണം
എന്നുള്ളതാണ് നമുക്ക് പ്രവാചക മാതൃകയിലൂടെ കാണാൻ കഴിയുക. പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിലെ ജനങ്ങൾ പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞ സമയത്തിൽ അവരെ നശിപ്പിക്കാൻ മലക്കുകളുടെ അനുവാദം ചോദിച്ചെങ്കിലും പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്താണ് പറഞ്ഞത്? വേണ്ട, ഇവരുടെ സന്താന പരമ്പരയെങ്കിലും അവരിലെങ്കിലും സത്യവിശ്വാസികൾ ഉണ്ടായേക്കാം എന്നാണ്. ആ ക്ഷമയാണ് നമ്മുടെ മാതൃക. നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഓരോ മോശം പെരുമാറ്റവും പോലും ഇസ്ലാമിനെ വിമർശിക്കാൻ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഉണ്ടാവുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല രീതിയിലുള്ള ഇസ്ലാം വിമർശനങ്ങളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അത് വിറ്റ് ക്യാഷ് ആക്കുകയാണ് മറ്റുള്ളവർ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന ഏതെങ്കിലും വിമർശനങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിൽ എത്തുകയാണെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അറിവുള്ള ആളുകളോട് ആ വിഷയത്തിൽ സംസാരിച്ച് ചോദിച്ച് അറിയാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വിഷയത്തിൽ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും മറ്റും വന്നാൽ എന്നെ അറിയിച്ചാൽ, നിങ്ങൾക്കറിയാത്ത വിഷയങ്ങളാണെങ്കിൽ, എനിക്കറിയുന്നതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനത് വിശദീകരിച്ച് തരുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. സഹോദരങ്ങളെ, വിമർശനങ്ങൾ ഇസ്ലാമിനെ നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അത് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നിലപാടുകൾ ഇതായിരിക്കണം. പഠിക്കുക, ഇസ്ലാമിനെ കുറിച്ച് ആഴത്തിൽ നമ്മൾ പഠിക്കുക, പകർത്തുക, ഇസ്ലാമിനെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അതേപോലെ തന്നെ സഹിഷ്ണുത, പ്രകോപനങ്ങളിൽ നമ്മൾ വീഴരുത് ഒരിക്കലും. സഹിഷ്ണുതയോടെ സത്യം ബോധ്യപ്പെടുത്തുക. ലോകം മുഴുവൻ വെറുപ്പ് പ്രചരിപ്പിക്കുമ്പോൾ സ്നേഹം കൊണ്ട് അതിനെ പ്രതിരോധിക്കുക. അള്ളാഹു നമ്മളെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കാനാണ്. ഒരു കാലം വരും, അന്ന് ഒരു തീക്കട്ട കയ്യിനുള്ളിൽ പിടിച്ചു നിൽക്കുന്ന പോലെയായിരിക്കും ഓരോ വിശ്വാസിക്കും. അത്രയ്ക്കും അങ്ങനത്തെ രീതിയിലേക്ക് ആകുമെന്ന് പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെയൊക്കെ ഒരു ചെറിയ ശതമാനമെങ്കിലും ഇന്ന് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലും മറ്റും കാണാൻ കഴിയും. ഇസ്ലാമിനുള്ള വെറുപ്പും മറ്റും പല ആളുകളും പുറത്തേക്ക് കാണിക്കുന്നില്ലെങ്കിൽ പോലും പല രീതിയിലും ഇന്ന് നമുക്ക് മുസ്ലിങ്ങൾ ക്രൂശിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ട നിലപാട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.